ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു മാലയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു മാല ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറൈറ്റി മോഡലൊന്നുമല്ല, എങ്കിലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം അടിപൊളിയാണെന്ന്. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, കാരണം നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ പേൾ ബീഡ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറും സ്ലേറ്റ് കളറും ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ലേറ്റ് കളർ വീഡിയോയിൽ ചേഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എലാസ്റ്റിക് ത്രെഡാണ്. എലാസ്റ്റിക് ത്രെഡിന് പകരം നമ്മൾ മാലയൊക്കെ കോർക്കുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടായാലും നമുക്കിത് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഫിഷ് ഹൂക്ക് എടുത്തിട്ടുണ്ട്, സൈഡ് റിങ് എടുത്തിട്ടുണ്ട്, സിൽവറാണ് കേട്ടോ രണ്ടും എടുത്തിരിക്കുന്നത്. ഇത്ര ഐറ്റംസാണ് ഈ ഒരു മാല ചെയ്യാൻ വേണ്ടത്. പിന്നെ നമുക്കിതാ ഇതുപോലെ നമ്മുടെ എലാസ്റ്റിക് ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് ഫിഷ് ഹൂക്ക് ഇതിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കാം. അത് സെൻറ്ററിൽ വരുന്ന രീതിയിൽ കോർത്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ബീഡ്സ് കോർക്കാൻ പോകുന്നത്. ബീഡ്സ് നമ്മളിവിടെ കോർത്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ മാലയുടെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയത് ബീഡ്സ് കോർത്തെടുക്കുക എന്നുള്ളത്. പക്ഷേ സിമ്പിളായിട്ട് കോർക്കുന്നതാണ്. ഈ ഒരു മോഡലിൽ ഞാൻ പല കമ്മലുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ബീഡ്സ് കോർത്ത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് സൈഡിലൂടെയും ഓരോ കളർ ബീഡ് കോർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് വൈറ്റ് ബീഡ് കോർക്കണമെങ്കിൽ കോർക്കാം, നമ്മൾക്ക് ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിവിടെ രണ്ട് കളർ ബീഡാണ് കോർത്തിരിക്കുന്നത്. ഇനി അതിൽ ഒരു സൈഡിൽ നമ്മൾ വൈറ്റ് ബീഡ് കോർത്തിട്ട് അപ്പുറത്തെ സൈഡിലെ ത്രെഡ് ഇതുപോലെ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റിലേക്ക് ഒന്ന് കോർത്തെടുക്കുക. അതിന് ശേഷം രണ്ടും ഒരേ രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ത്രെഡ് രണ്ടും ഒരേ ലെവലിൽ വരണം, കാരണം നമുക്ക് ഫുള്ള് മാല കോർത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കയറി ഇറങ്ങി നിൽക്കരുത് ത്രെഡ്. അപ്പോൾ ഇതുപോലെ വരും. നമ്മൾ ഈ ഒരു രീതിയിൽ ഒരുപാട് മോഡൽസ് ചെയ്തിട്ടുണ്ട്, ബ്രേസ്ലെറ്റ്, കമ്മലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ബീഡ്സ് കോർക്കാൻ അറിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ചെയ്യാം. വെറൈറ്റി ആയിട്ട് മാലകളായാലും ബ്രേസ്ലെറ്റ് ആയാലും കമ്മലായാലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ട് ത്രെഡിലൂടെയും ഓരോ കളർ ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ വൈറ്റ് ബീഡ് കോർക്കുക. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് കോർത്ത് കൊടുക്കുക. ത്രെഡ് ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ നമുക്ക് എത്ര നീളം വേണോ അത്രയും ലെങ്ത്തിൽ നമുക്കിത് കോർത്തെടുക്കാം കേട്ടോ. ഈ ഒരൊറ്റ രീതിയിലാണ് നമ്മൾ ഈ മാല ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഫൈനൽ ലുക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല അടിപൊളിയാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല നമ്മൾ ഈ ഒരു രീതിക്കാണ് ഇത് കോർത്തെടുക്കുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് കണ്ടാലും മനസ്സിലാവില്ല. അപ്പോൾ ഇതുപോലെ ത്രെഡ് ഒന്ന് കോർത്ത് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ അതിങ്ങനെ നിൽക്കുന്നതൊന്നും നോക്കണ്ട, ഫൈനലിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിന്നോളും. കണ്ട അത് സെൻറ്ററിൽ നമ്മൾ വേറൊരു കളർ ബീഡ് കൊടുത്തപ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സെയിം കളർ തന്നെ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനും പറ്റും. പക്ഷെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു ആ ഡിസൈനിലൊരു വ്യത്യാസം വരുമ്പോഴാണ് ഭംഗി വരിക. അപ്പോൾ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്തൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാല നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാനിതിൻ്റെ പല മോഡൽസ്, കമ്മലുകൾ, അതുപോലെ ബ്രേസ്ലെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ കോർക്കുന്നതെന്നുണ്ടെങ്കിലും പക്ഷേ മോഡലൊക്കെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾ കയറി ഒന്ന് നോക്കുക. അപ്പോൾ ഇഷ്ടമായ നിങ്ങൾ ഇതുപോലത്തെ മോഡലുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ പേൾ മാലകളൊക്കെ നമുക്ക് എല്ലാ ഫാൻസി സ്റ്റോറിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അതുപോലെ എലാസ്റ്റിക് ത്രെഡോ അല്ലെങ്കിൽ സാധാ ത്രെഡോ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക എല്ലാവരും. അപ്പോൾ നമ്മൾ ഇതിന് ഫുള്ളായിട്ട് കോർത്തിട്ട് ഞാൻ കാണിച്ചില്ല. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ ആ ലെങ്ത്തിൽ നമുക്കിത് കോർത്തെടുക്കാം. നമ്മൾ ഒരു സൈഡിലേക്ക് കോർത്തിട്ട് നമ്മൾ നോക്കുക ലെങ്ത്ത് എത്ര വേണമെന്ന്. പിന്നെ നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു പെൻഡൻറ്റ് പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ വലിയ വൈറ്റ് ബീഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കളർ ബീഡ് കോർത്ത് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വൈറ്റ് വലിയ ബീഡ് നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ആദ്യം ആ വൈറ്റ് ബീഡ് ചെയ്ത പോലെ തന്നെ ചെയ്യുക. ഓപ്പോസിറ്റിലേക്ക് ത്രെഡ് ഇട്ടിട്ട് വലിച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ 3 വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. വൈറ്റ് ബീഡ് വലുതാണ് കൊടുത്തിരിക്കുന്നത്, അത് 3 റൈറ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൈറ്റും ലെഫ്റ്റും പറയുന്നത്. നിങ്ങൾ ഏത് സൈഡിൽ കോർത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു സൈഡിൽ 3 ഒരു സൈഡിൽ ഒരെണ്ണവും കോർക്കുക. അതിന് ശേഷം ആ ഒരു ബീഡ് കോർത്തതിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് നമ്മൾ അപ്പുറത്തെ ത്രെഡ് ഇതുപോലെ കോർത്ത് ഓപ്പോസിറ്റായിട്ട് കോർത്ത് വലിച്ച് നിൽക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ബീഡ്സ് കോർത്ത് കറക്റ്റ് അത് മാലയായിട്ട് നിർത്താൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ചെയ്യണം. ഇനി നമ്മൾ വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും ഓരോ കളർ ബീഡ് ഇട്ട് കൊടുത്തിട്ട് വേണം ഓപ്പോസിറ്റ് സിലെ മാല തുടങ്ങാനായിട്ട്. രണ്ട് സൈഡിലും ഓരോ കളർ ബീഡ് ഇട്ടിട്ട് നമ്മൾ പിന്നെ വൈറ്റ് ബീഡ് ഇട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സെൻറ്ററിൽ ആ ഒരു ലോക്കറ്റും കൂടി വന്നപ്പോഴാണ് നമുക്ക് മാലയ്ക്ക് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടിയത്. ഇത് ലോക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചോക്കർ പോലെ കിട്ടും. ഈ ഒരു രീതിയിൽ വരില്ല, ഒരു വി ഷേപ്പിൽ വരില്ല, അതിങ്ങനെ ചോക്കർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതിലും ഭംഗി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ എത്ര ബീഡ് കോർത്തിട്ടുണ്ടോ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കറക്റ്റ് ചെയ്ത് വരിക. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ എളുപ്പമാണ്, നമ്മൾ കെട്ടിട്ട് കൊടുക്കണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ചെറിയ മക്കൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റിൽ വന്ന് പറയുക. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് ഒരു സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ജ്വല്ലറി മേക്കിംഗ് മാത്രമല്ല ഹെയർ ആക്സസറീസിൻ്റെ പല മോഡലുകളും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടിയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ് എൻ്റെ ചാനലിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന മോഡൽസാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി മോഡൽസാണ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ചാനലിൽ കയറി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. സപ്പോർട്ട് ചെയ്യണേലും കൂടുതൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന മോഡൽസൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതേ നമ്മുടെ മാല ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ലാസ്റ്റ് നമ്മൾ സെയിം രണ്ട് സൈഡിലും ഓരോ കളർ ബീഡ് ഇട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഫസ്റ്റിൽ തുടങ്ങിയത് 2 കളർ ബീഡ് ഇട്ടിട്ടാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റിലും കളർ ബീഡ് ഇട്ട് അവസാനിപ്പിക്കണം. അതിന് ശേഷം അതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനെടുത്ത ത്രെഡ് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ത്രെഡ് എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത് ഒന്ന് കൂട്ടിയെടുക്കുക. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ കെട്ടിടുമ്പോൾ ലെങ്ത്ത് കുറവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു കെട്ടിടുന്നത് 2 വട്ടം കോർത്തെടുക്കുക. അതുപോലെ 2 വട്ടം കോർത്തതിന് ശേഷം വലിച്ചു കൊടുക്കുക. അപ്പോഴാണ് എലാസ്റ്റിക് ത്രെഡ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഫസ്റ്റ് ഒരു കെട്ടിടുക, രണ്ടാമത് ഇടുന്ന കെട്ട് നമ്മൾ 2 വട്ടം അതിന് ഉള്ളിലൂടെ വലിച്ചു കൊടുക്കുക. അങ്ങനെ 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡ് അവിടെ നല്ലപോലെ ഉറക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുക്കി കൊടുക്കാം. ഞാനിവിടെ ഉരുക്കണതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അങ്ങനെ. അപ്പോൾ അതൊന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കംപ്ലീറ്റ് ആയിട്ട് നിന്നോളും. ഇനി ആ ത്രെഡ് ചെറിയ എലാസ്റ്റിക് ത്രെഡ് ആണെങ്കിൽ നമുക്ക് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ആ കെട്ടിനെ കയറ്റി വിടാം. ഇത് കുറച്ച് കട്ടിയുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ആ കെട്ട് കയറിപ്പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് സൈഡ് റിങ് എടുക്കാം. ആദ്യം ഒരു സൈഡ് റിങ് എടുത്തിട്ട് നമ്മൾ കെട്ടിട്ട് നിർത്തിയതിൻ്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒന്ന് അകത്തി കഴിഞ്ഞിട്ട് നമുക്കിത് അവിടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബാക്ക് ചെയിൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ സൈഡ് റിങ് ഇട്ട് നമുക്ക് ആ ബാക്ക് ചെയിൻ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് 2 or 3 കണക്ടർ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് കൊളുത്ത് പോലെ ആക്കി കൊടുക്കാം. ഇനി ഇല്ല നമുക്ക് ബാക്ക് ചെയിൻ ഉണ്ടല്ലോ, നമ്മുടെ മാലകൾ, നമുക്ക് ജ്വല്ലറിയുടെ മാലയുടെ ഒക്കെ ബാക്കിലിടുന്ന ബാക്ക് ചെയിൻ, അതായാലും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ചെയിൻ കിട്ടും വാങ്ങിക്കാനായിട്ട്, സിൽവർ ഗോൾഡൊക്കെ, അത് വാങ്ങിച്ചിട്ട് അങ്ങനെ ആയാലും മതി. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഇതുപോലെ 2-3 കണ്ണി കോർത്ത് കൊടുത്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കത് അതിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമ്മുടെ മാലയുടെ പണി. എല്ലാവർക്കും മോഡൽ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെറൈറ്റി മോഡലൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയാം മാല എങ്ങനെയുണ്ടെന്നുള്ളത്. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിലൂടെ പറയാം. ഇതുപോലെയുള്ള മോഡലുകൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടോ ഫൈനൽ ലുക്ക് ഇത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മോഡലുകളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് ഓൾ ബട്ടൺ ഓണാക്കി വയ്ക്കുക. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി മോഡലുകളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ചാനലിൽ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.